രാജാവായ റോബർട്ട് ബറാത്യൻ ലയാന സ്റ്റാർക്കിന്റെ കല്ലറയുടെ മുന്നിലെത്തി ഒരു തൂവൽ ആ പ്രതിമയുടെ കയ്യിൽ വെച്ചിട്ട് നെഡ് സ്റ്റാർക്കിനോട് പറഞ്ഞു. തന്റെ ഒപ്പം ജീവിക്കേണ്ടിയിരുന്ന വ്യക്തിയാണ് ലയാന സ്റ്റാർക്ക്. ടാർഗേറിയൻസ് കാരണമാണ് അവൾ മരണപ്പെട്ടത്. ടാർഗേറിയൻസിന്റെ കാലം കഴിഞ്ഞെന്ന് നെഡ് സ്റ്റാർക്ക് പറഞ്ഞപ്പോൾ എല്ലാവരും നശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് റോബർട്ട് അവിടെ നിന്നും പോകും. റോബർട്ട് 7 കിങ്ഡത്തിന്റെയും ക്യാപിറ്റലായ കിങ്സ് ലാൻഡിംഗിലെ അയൺ ത്രോണിൽ ഇരിക്കുന്നതിന് മുന്നേ അവിടം ഭരിച്ചിരുന്നത് മാഡ് കിങ് എന്നറിയപ്പെട്ടിരുന്ന ഏരിയസ് ടാർഗേറിയൻ ആയിരുന്നു. അദ്ദേഹത്തിന് മെയിൻ ആയിട്ടും 3 മക്കളാണ്: റൈഗാർ ടാർഗേറിയൻ, വിസേരിയസ് ടാർഗേറിയൻ, ഡെനേരിസ് ടാർഗേറിയൻ. റോബർട്ട് ബറാത്യൻ യുദ്ധത്തിൽ റൈഗാർ ടാർഗേറിയനെ കൊല്ലുകയും ജെയ്മി ലാനിസ്റ്റർ മാഡ് കിങ്ങിനെ പിന്നിൽ നിന്ന് കുത്തി കൊന്നതിനു ശേഷം റോബർട്ട് ബറാത്യൻ കിങ്സ് ലാൻഡിംഗിൽ രാജാവായി അയൺ ത്രോണിലിരുന്നു. മാഡ് കിങ്ങിന്റെ മരണത്തോടുകൂടി കിങ്സ് ലാൻഡിംഗിൽ നിൽക്കാൻ പറ്റാതായ വിസേരിയസും ഡെനേരിയസും കടൽ കടന്ന് പാൻഡോസിലെത്തും. കിങ്സ് ലാൻഡിംഗ് തിരിച്ചു പിടിക്കാനായിട്ട് വിസേരിയസ് തന്റെ പെങ്ങളായ ഡെനേരിസ് ടാർഗേറിയനെ ദൊത്രാക്കികളുടെ നേതാവായ കാൾ ഡ്രാഗോയുമായുള്ള വിവാഹത്തിന് ഒരുങ്ങും. ദൊത്രാക്കികൾ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന നല്ല യോദ്ധാക്കളായ നാടോടികളാണ്. അതുകൊണ്ട് തന്നെ അവർ എണ്ണത്തിലും വളരെ കൂടുതലാണ്. ദൊത്രാക്കികളെ ഉപയോഗിച്ച് അയൺ ത്രോൺ തിരിച്ചു പിടിക്കലാണ് വിസേരിയസ് ടാർഗേറിയന്റെ ലക്ഷ്യം.